നമസ്കാരം, നമസ്തേ ആൻഡ് അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ രാജാ സാഹിബാണ്. നമ്മുടെ ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഫ്ലൈമൗണ്ട് എന്ന് പറഞ്ഞ ഒരു ട്രാവൽ അതുപോലെ സർവീസസുകൾ, പല ടൈപ്പ് ഓഫ് സർവീസസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ മാനേജറെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ തുടക്കം മുതലുള്ള ജീവിതാനുഭവങ്ങൾ നമുക്കിന്ന് ഇവിടെ അദ്ദേഹത്തോടൊപ്പം നേരിട്ട് സംസാരിക്കാം. ഹലോ, നമസ്കാരം. ജോൺ തോമസ്. നമസ്കാരം സർ. സൗഖ്യമായിരിക്കും. ചെറിയ തമിഴ് ടച്ച് കിടപ്പുണ്ടല്ലോ. ജോൺ തോമസ് തമിഴ് ബേസാണോ? അല്ല, ഞാൻ കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ മലപ്പുറത്ത് നിന്നാണ് വന്നത്. ബോൺ ആൻഡ് ബോട്ടം ഡൽഹിയാണ്. ബോൺ ആൻഡ് ബോട്ടം ഡൽഹിയിലാണ്. പിന്നെ അവിടെയാണ്. എറണാകുളമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടല്ലോ. എറണാകുളത്ത് നമുക്ക് ഓഫീസുണ്ട്. ഫ്ലൈമൗണ്ടിന്റെ മെയിൻ ഹെഡ് ഓഫീസ് ഇന്ത്യയിലെ വരുന്നത് എറണാകുളത്താണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം ഉള്ളത്. ഓക്കെ. അതിനെ സംബന്ധിച്ചായിട്ട് നമ്മുടെ ഫ്ലൈമൗണ്ടിന്റെ ഓഫീസ് ബോംബെയിലും ഡൽഹിയിലുമായിട്ടും വികസിച്ച് കിടപ്പുണ്ട്. നമ്മുടെ UK വരെ നേരെ അങ്ങോട്ട് പോകാനുള്ള പുതിയ ലൈസൻസ് ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് കൊച്ചുകള്ള. അതെ, UK നമുക്ക് ഈയിടെ നമുക്ക് ലൈസൻസ് അപ്രൂവ് ആയി കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പുകൾ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ സർവീസ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം പല കസ്റ്റമേഴ്സ് നമ്മുടെ ഇവിടുന്ന് പോയവര് നമ്മുടെ സർവീസ് അവിടെ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് അവർക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇത് നമ്മുടെ കേരളമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പം ഈ ഒരുപാട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രാവൽ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു പാക്കേജ് ആയിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അത്തരം നമ്മൾ അത്തരം പാക്കേജുകളും സർവീസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റും കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നവർക്ക് അവരുടേതായ ഇവിടെ എന്തെങ്കിലും ബാക്ക് ഹിസ്റ്ററി ട്രീറ്റ്മെന്റ് ലൈക്ക് ജോയിന്റ് പെയിൻസ്, നീ പെയിൻസ് ഡയറക്റ്റ് ഹോസ്പിറ്റലായിട്ട് നേരിട്ട് ഏതെങ്കിലും ഏജൻസികളോ ഇടനിലക്കാരൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം നമുക്ക് ഓൺ ഓഫീസുകൾ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ബിഗ് കമ്പനീസിനൊക്കെ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിക്രൂട്ട്മെന്റ് കമ്പനീസ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അറാംകോ ഫസ്റ്റ് ഡയറക്റ്റ് ഡീലിംഗ് ആയിരുന്നു ഉണ്ടത്. അറാംകോ പിന്നെ വെണ്ടർഷിപ്പ് ആക്കി. അപ്പോ ജാല്, ആബിസ്, സ്വീതി ഗ്രൂപ്പ്, എക്സ്പെർട്ടൈസ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പല കമ്പനികളും മെയിൻ കമ്പനികളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റിക്രൂട്ട്മെന്റ് പാനലിൽ വന്നിട്ട് വർക്ക് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. നമ്മൾ ഇവരുമായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാൻ പവർ സപ്ലൈസ് നമ്മൾ ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഈ ഒരു ബ്രാഞ്ചിന്റെ സർവീസസ് ആണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡിവിഷനിലായിട്ട് ഡിവൈഡഡ് ആണ്. ഓവർസീസ് റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്. സൗദി സ്റ്റാഫിംഗ് സർവീസസ് എന്ന് പറഞ്ഞ ഒരു ഡിവിഷൻ വേറെ ഉണ്ട് നമുക്ക്. അപ്പൊ പല കമ്പനികളും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രൊജക്ട് ഉണ്ട്, ബട്ട് മാൻ പവർ കൊണ്ടുവരാൻ കഴിയുന്നില്ല. കാരണം വിസ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നു. നമ്മൾ ക്ലിയർ കട്ടായിട്ട് ഓപ്പൺ ട്രാൻസ്പെറൻസി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുമായിട്ട് ഗവൺമെന്റിന് കറക്റ്റ് ലോസും എല്ലാ പ്രൊസീജിയറും ഫോളോ ചെയ്തുകൊണ്ട് അജീർ കോൺട്രാക്ട് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. കുവൈറ്റിൽ മാത്രമേ നമുക്ക് ഓഫീസ് ഇല്ലാത്തത്. ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ട്. GCC, ബഹ്റിനില്, ദുബായില്, ഒമാന്, ഖത്തർ എല്ലായിടത്തും നമുക്ക് ഓഫീസ് ഉണ്ട്. പക്ഷെ അതേ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ സൗദിയിലായതുകൊണ്ട് നമുക്ക് സൗദിയിൽ ആ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ മുമ്പോട്ട് എല്ലായിടത്തും കൊണ്ടുപോയത്. ബഹ്റിനിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഒമാനിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും കൊണ്ടുപോയത് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ട്രാവൽ ഡിവിഷൻ മാറിയിട്ട് നമ്മളിപ്പോൾ അഡ്വർടൈസ്മെന്റ് രംഗത്തിലേക്ക് മാറി. അഡ്വർടൈസ്മെന്റ് എല്ലാവരും ചെയ്യുന്നുണ്ട്. അതെ, നമ്മൾ എല്ലാവരും പറയുന്ന മാതിരി നമ്മൾ കുറെ വീഡിയോഗ്രാഫി ആ ഒരു മേഖലയിലല്ല, അതിൽ കുറെ അഡ്വർടൈസ്മെന്റ് മേഖലയിലുണ്ട്. ഇപ്പം കമ്പനികൾക്ക് എന്ത് ചെയ്യാ, അവരുടെ എംപ്ലോയ്മെന്റ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, മെമന്റോസ്, യൂണിഫോംസ്, കലണ്ടേഴ്സ്, അവരുടെ ബ്രാൻഡിങ് വേറെ റീബ്രാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദുബായിൽ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസ് അതിനു വേണ്ടിയിട്ട് മാത്രം സജ്ജീകരണം ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അത് വേണ്ടിയിട്ട് മാത്രം പുതിയ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കുറെ ഉണ്ട്. കമ്പനിയുടെ പേര് അപ്ഡേഷൻസ് വരുന്ന പുതിയ രീതിയിലുള്ള എല്ലാം വരുന്ന ആ രീതിയിലുള്ളത് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഫ്ലെക്സിന്റെ സംഭവങ്ങളൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ? ഇവിടെ ഫ്ലെക്സ് അല്ല, ഇവിടെ ഇപ്പൊ LED ബോർഡ്സും അതിനകത്തേക്കാണ് ഇതെല്ലാം വരുന്നത്. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ പുതിയ ജനറേഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവർക്ക്
എന്ത് ഒരു വിജയമന്ത്രമാണ് നമ്മൾ ഇതുപോലെ പല ബിസിനസ് ട്രാവൽ ഇതുപോലെ സ്ഥാപനം തുടങ്ങാനായിട്ടുള്ള വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം? നമ്മൾ സർവീസ് ഇൻഡസ്ട്രിയിലുള്ള ആളായതുകൊണ്ട് ഞാൻ പറയാനുള്ളത്, എന്ത് സർവീസ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ട്രാൻസ്പെറൻറ്റ്, ഹോണസ്റ്റോട്, ട്രൂത്ത്ഫുള്ളി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. നമുക്കൊരു വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മറച്ചു വെച്ചിട്ടുള്ള വർത്താനം എന്തെങ്കിലും നമ്മൾ പറയല്. അവസാനം കസ്റ്റമർ വന്ന് ചിലപ്പോൾ ആ ഒരു മറച്ചു വെച്ചിട്ട് പറയുന്ന സാധാരണ നമ്മൾ ചില ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ, ചെറിയ അക്ഷരങ്ങൾ പറ്റിപ്പ്, ആ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ മുകളിൽ എഴുതി കഴിഞ്ഞാൽ അത് ചോദിക്കുന്ന രൂപത്തിലാവണം. ആൾക്കാർ ചോദിച്ച് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് അവരോട് പറയണം, കണ്ടില്ലേലും ഇതിങ്ങനെ ഒരു സംഭവമാണ് ഇതിലേക്ക്. കാരണം ആൾക്കാർ ഇവിടെ വന്നു കഴിയുമ്പം പലരും നേരിടുന്ന പ്രയാസം, പലരും സർവീസ് ഇൻഡസ്ട്രിയിലുള്ളവർ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ ചിലർ ഹൈഡ് ചെയ്ത് കഴിയുമ്പോൾ മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോൾ അവരോട് വന്നു കഴിയുമ്പോൾ അവർ പ്രയാസം അനുഭവപ്പെടുന്നത്. അപ്പോഴാണ് പറയുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ ഇത്രയും കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കാണ് അയ്യോ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇതിങ്ങനെ സൈൻ ചെയ്ത് പോയത്. അതെ, വന്ന് കഴിഞ്ഞോണ്ട് അവർ പിന്നെ അനുഭവിക്കുക. ചിലപ്പോൾ അത് അവർ അനുഭവിക്കുന്നത് എന്ത് ഒരിക്കലും മനസ്സ് തൃപ്തിപ്പെട്ടല്ല, ആ ഒരു വേദന ഒരിക്കലും വെക്കാൻ എന്തെങ്കിലും ഇടയാക്കല്. കാരണം നമ്മൾ എന്താണേലും സർവീസ് ഇൻഡസ്ട്രി ആണ്, മാനുഫാക്ചറിംഗിലാണേലും ഏതൊരു മേഖലയും ട്രാൻസ്പെറൻസി കൊടുക്കുക. അതിന്റെ കൂടെ നമ്മൾ ഏത് സർവീസ് ചെയ്താലും ഹോണസ്റ്റിയും ട്രൂത്ത്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് നമ്മളോട് താല്പര്യം ഉണ്ടാവും. ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് പരസ്യത്തിനേക്കാൾ കൂടുതൽ എൻ്റെ സർവീസ് മേടിച്ച് അനുഭവിച്ചവരാണ് എൻ്റെ കസ്റ്റമേഴ്സ്. അവർ പിന്നെയും പറയും ജോണിന്റെ അടുത്ത് പോയാൽ മതി, ജോൺ ബേയുടെ അടുത്ത് പോയാൽ മതി, അല്ലെങ്കിൽ അച്ചായന്റെ അടുത്ത് പോയാൽ മതി. അച്ചായൻ വിളിക്കും, ട്രാവൽസ് അച്ചായൻ എന്നാണ് വിളിക്കാനുണ്ട്. അങ്ങനെ വിളിച്ചെന്ത് ചെയ്യും, ആൾക്കാർ വരുമ്പോഴും അവർ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടല്ല, നമ്മൾ എന്താണേലും ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും. ഇനി മുമ്പോട്ടുള്ള തലമുറയാണേലും അത് തന്നെ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ സ്റ്റേബിളായിട്ട് എന്നും നിൽക്കും. കാരണം എന്ത് പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, ട്രൂത്ത്ഫുൾ ആയിട്ട് തല ഉയർത്തി പറയാൻ പറ്റും. അതായത് ബീങ് റിയൽ ഈസ് ഈസി എന്ന് പറയുന്നത് പോലെ നമ്മൾ എപ്പോഴും ആ സത്യസന്ധത കീപ്പ് ചെയ്ത് ഏതും ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടും ഹോണസ്റ്റി ആയിട്ടും മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് തീർച്ചയായും നിങ്ങളുടെ വിജയം അനിവാര്യമായിരിക്കും. അത് നിലനിൽക്കുന്നൊരു വിജയമായിരിക്കും എന്നാണ് ജോൺ തോമസിൻ്റെ ജീവിത എക്സ്പീരിയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സോ കീപ് ഫ്ലൈങ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്ലൈ മൗണ്ടിൻ്റെ ഇവിടുത്തെ ഈ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം രാജാ സാഹിബ്. സീ യു, മാസലാമ. അപ്പോൾ ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ വീണ്ടും നമുക്ക് അടുത്ത മറ്റൊരു വ്യക്തിയുമായി നമുക്ക് വീണ്ടും എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.